നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രവൃത്തി മേഖല അഥവാ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കരിയർ. മുൻപൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരമ്പരാഗതവും പരിമിതവുമായ തൊഴിൽ മേഖലകൾ മാത്രമേ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ആഗോളവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്ത്, ആധുനിക സാങ്കേതിക വിദ്യ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത്, പുതിയ തരത്തിലുള്ള ചിന്താധാരകളും ആശയങ്ങളും സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു ലോകത്ത് പലതരത്തിലുള്ള പുതിയ തൊഴിൽ മേഖലകൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ മാറ്റം എല്ലാ മേഖലകളിലും പ്രകടമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് രംഗത്ത് ധാരാളം പുതിയ കരിയർ സാധ്യതകളും അവസരങ്ങളും ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം കൃത്യമായ അവബോധം നമ്മുടെ യുവതലമുറയ്ക്കും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാനേജ്മെന്റ് മേഖലയിലെ പുതിയ കരിയർ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് സാമൂഹ്യ പാഠത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധയായ ഡോക്ടർ മീര അസ്മി. നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ പുതിയ തൊഴിൽ മേഖലകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും അറിയുക എന്നുള്ളത്. മാനേജ്മെൻറ്റ് മേഖല പൊതുവെ എല്ലാവർക്കും താല്പര്യമുള്ളൊരു മേഖലയാണ്. മാനേജ്മെൻറ്റ് മേഖല എന്താണ്? അതിൽ പരമ്പരാഗതമായി ഇന്ന് നിലനിൽക്കുന്ന സാധ്യതകൾ എന്താണ്? പ്രത്യേകിച്ചും പൊതുവെ എല്ലാവർക്കും അറിയാവുന്നത് എന്തൊക്കെയാണെന്നൊന്ന് വിശദമായി പറയാമോ? മാനേജ്മെൻറ്റ് മേഖല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൈദഗ്ധ്യമായ ഒരു ആൾക്കാരുടെ കൂട്ടായ്മ, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനോ ഒരു ബിസിനസ്സിനോ വേണ്ടി മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ആ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വരികയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു തൊഴിൽ സാധ്യതയായിട്ട് വന്ന് വരികയും അതിപ്പോൾ എല്ലാ മേഖലയിലും മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ടെർമിനോളജി എല്ലായിടത്തും അത് ഉപയോഗിച്ച് വരികയാണ്. എല്ലാ മേഖലയിലും നമുക്ക് കാണാം. അതിപ്പോൾ അഗ്രികൾച്ചർ ആവട്ടെ, ഫാമിംഗ് ആവട്ടെ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബാങ്കിങ് ആവട്ടെ, എല്ലാ മേഖലകളിലും നമുക്ക് മാനേജ്മെൻറ്റ് സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പണ്ടത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ മേഖലയ്ക്കും വ്യത്യസ്തമായ രീതിയിലുള്ള മാനേജ്മെൻറ്റ്. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് ആ ഒരു മാനേജ്മെൻറ്റ് ഒരു ഇത് കണ്ടുവരുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്നു മാർക്കറ്റിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ, ഓപ്പറേഷൻസ് മാനേജർ, ഡെലിവറി മാനേജർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പരമ്പരാഗതമായ മേഖലകളെ കുറിച്ചല്ലേ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. അവയിൽ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന തൊഴിൽ സാധ്യത? ശരിക്കും ഇപ്പോഴും ഇതെല്ലാ മേഖലയിലും തൊഴിൽ സാധ്യത വളരെയധികം ഉണ്ട്. കാരണം ഈ മേഖലയിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖല എന്ന് വെച്ചാൽ നമ്മൾ പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന ആ ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ടെക്നോളജിയുടെ ഇന്നോവേഷൻ വന്നിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴും ആ ഹ്യൂമൻ റിലേഷൻസ് അല്ലെങ്കിൽ ആ ഹ്യൂമൻ ഇൻ്റലിജൻസിന് ഇപ്പോഴും അത്ര തന്നെ പ്രാധാന്യമുണ്ട്. അപ്പം ഇപ്പോഴും എന്താ പറയുക, നമുക്ക് ആ ഒറിജിനലായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അതിന് ഇപ്പോഴും സാധ്യതകളുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ആ ഒരു നമ്മുടെ ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും, കാരണം ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ പറ്റി പറയുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റ് തലത്തിലും അതിൻ്റേതായ മാറ്റങ്ങൾ പ്രകടമാണ്. മാം, ഇപ്പോൾ പരമ്പരാഗത രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ പുതിയ തലമുറയിൽ വീട്ടിലുള്ളവർക്കും പേരൻസിനും അധ്യാപകർക്കൊക്കെ അറിയാവുന്ന BBA പഠിച്ചു, MBA പഠിച്ചു, അതിനുശേഷം ഏതെങ്കിലും IT കമ്പനിയിൽ ജോലി നോക്കി, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് മേഖലയിൽ ഏതെങ്കിലും കമ്പനിയിൽ നോക്കി. ഇപ്പോൾ മാം പറഞ്ഞതനുസരിച്ച് ടെക്നോളജിയുടെ സാധ്യതകൾ കാരണം ഈ മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പം നവീന മേഖലകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റം അനുസരിച്ച് മാനേജ്മെൻറ്റ് മേഖല ഇപ്പോൾ പുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്?
ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല ആ മാറ്റം വന്നിട്ടുള്ളത്. ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു മാറ്റമാണ് ആദ്യം വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒരു കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് അയാളുടെ ആ ബിഹേവിയറൽ പാറ്റേൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിപ്പോൾ ഏത് മേഖല, ഇപ്പോൾ ഒരു ഫിനാൻസ് എക്സ്പേർട്ട് ആവട്ടെ, ഏത് മേഖലയിലുള്ള ഒരു വൈദഗ്ധ്യമുള്ള ഒരാളാണെങ്കിലും അയാളുടെ ആ ബിഹേവിയറൽ പാറ്റേൺ അതാണ് കൂടുതൽ, ആ ബിഹേവിയറൽ മാപ്പിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അയാളുടെ കഴിവുകൾ, ഒരു വ്യക്തിയുടെ കഴിവുകളെ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി എത്ര നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും, ഒരു മാപ്പിംഗ് തന്നെ ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓർഗനൈസേഷൻസ് എടുക്കുന്നത് തന്നെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സ്കിൽ സെറ്റ് എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം, ഇപ്പോൾ ഒരു BBA പഠിച്ചു, അല്ലെങ്കിൽ BCom പഠിച്ചു, അല്ലെങ്കിൽ MBA പഠിച്ചു, എന്ത് പഠിച്ചു ആ സബ്ജക്റ്റ് നോളജിനേക്കാളും ആ പഠിച്ച സബ്ജക്റ്റിൻ്റെ അതിൻ്റെ സ്കിൽ സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആ സ്കിൽസ് എങ്ങനെ നമുക്ക് പ്രാവർത്തികമായി കൊണ്ടുവരാം, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമുള്ള ഒരു കാൻഡിഡേറ്റിനാണ് ഇപ്പോൾ ഏതൊരു മേഖലയിലും അത് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞൊരു മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് കയറുന്നതിന് വേണ്ടി നമ്മൾ ശരിക്കും ഒരു BBA ഡിഗ്രിയോ MBA ഡിഗ്രിയോ മാത്രം പഠിക്കണം എന്നില്ല. ഏത് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റേതായ സാധ്യതകളുണ്ട്. മാനേജ്മെൻറ്റ് തലത്തിൽ തന്നെ അതിൻ്റേതായ സാധ്യതകളുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് ഏത് രീതിയിൽ അത് പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അത് എത്ര നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. കാരണം ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും സയൻസ് മേഖലയിലുള്ള ഒരുപാട് കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ആ സാധ്യതകളുണ്ട്, ഓരോ ഇൻഡസ്ട്രിയിലും അതിൻ്റെ സാധ്യതകളുണ്ട്. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ബോംബെ നിന്നാണ്. എന്റെ പേര് CM നായർ. CM നായർ, മുംബൈ. സർ, മാമിനോട് സംസാരിച്ചോളൂ. ഓക്കെ, ചോദിച്ചോളൂ സർ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, മാഡം ഈ മാനേജ്മെന്റ് കോഴ്സുകൾ, എനിക്ക് ഷിപ്പിംഗ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഷിപ്പിംഗ് ഡിവിഷനില് നമ്മള് കോഴ്സുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്, അത് എത്ര വർഷത്തെ കോഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞുള്ള സംഭവങ്ങൾ, അത് കഴിഞ്ഞ ഷിപ്പിൽ കയറണമെന്നെങ്കിൽ അതിന്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷിപ്പിംഗ് മാനേജ്മെന്റ്. അപ്പം അതേപ്പറ്റി മാഡം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് ഒരു കുട്ടിക്ക് വേണ്ടിയായിരുന്നു. അതേപ്പറ്റി അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ഷിപ്പിംഗ് മാനേജ്മെന്റിന്റെ ഡീറ്റെയിൽസ്, എന്താണ് അതിന്റെ കോഴ്സ്, 7 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അത് പഠിക്കേണ്ടത്, പിന്നെ പഠിച്ചു കഴിഞ്ഞുള്ള ഈ ട്രെയിനിങ് പീരീഡ് മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചൊന്ന് പറഞ്ഞെല്ലാം വിശദമായി പറഞ്ഞെല്ലാം മനസ്സിലാക്കി നല്ലതായിരുന്നു മാഡം. അതാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. സർ, ഇത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നമുക്ക് നോട്ടിക്കൽ സയൻസ് എന്നുള്ള ഒരു വിഭാഗമുണ്ട്. നമുക്ക് ആ നോട്ടിക്കൽ സയൻസിൻ്റെ അതിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഒരു സബ്ജക്ട് നോളജ് കിട്ടുന്നത്. നോട്ടിക്കൽ സയൻസ് പഠിച്ചു കഴിയുന്ന കുട്ടികൾക്കാണ് ഈ പറയുന്ന ഓരോ, ഇപ്പോൾ ഷിപ്പിലാണെങ്കിലും നാഷണൽ ഷിപ്പാണെങ്കിലും ഇൻ്റർനാഷണൽ ഇതിലാണെങ്കിലും കയറാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കടമ്പകളുണ്ട് അവർക്ക്. ഓരോ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ബേസ് ചെയ്തിട്ട് ഓരോ ഷിപ്സിലും, ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രൂസിലാണെങ്കിൽ അവർക്ക് അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ നോട്ടിക്കൽ സയൻസ് പഠിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഇത്. അതിനുശേഷം നമുക്ക് നോട്ടിക്കൽ സയൻസ് പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസും അതാത് ഓർഗനൈസേഷൻസിൻ്റെ ഇതിൽ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിട്ടും ഇതൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ കടമ്പകളുണ്ട്. അതെല്ലാം ഇപ്പോൾ റിട്ടൺ എക്സാം അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കടമ്പകൾ വെച്ചിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. വിളിച്ചതിന് നന്ദി സർ. മാം, ഇപ്പോൾ ഈ കോളിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാം പറഞ്ഞത് എത്ര പഠിച്ചു, ഏത് വിഷയം പഠിച്ചു എന്നതിലുപരി ഏതൊക്കെ സ്കിൽ സെറ്റ്, നൈപുണ്യങ്ങളുണ്ട്, അത് എത്രമാത്രം ആ ജോലിയിൽ പ്രയോഗത്തിൽ വരുത്താൻ പറ്റും. അടിസ്ഥാനപരമായി വേണ്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക്? ശരിക്കും നമ്മുടെ സ്കിൽസ് എന്ന് പറയുമ്പം എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ടാവും. അപ്പോൾ ആ കഴിവുകൾ എത്ര നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലർക്ക് കഥ എഴുതാനുള്ള ഒരു കഴിവുണ്ടാവും. ഇപ്പോൾ ഇതിപ്പോൾ മാനേജ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാനേജ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ആ സ്കില്ല്, ഇപ്പോൾ ഒരു കഥ എഴുതാൻ കഴിവുള്ള ഒരാൾക്ക് അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് കഥ എഴുതാം.
അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഗോസ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പക്ഷെ അവർക്ക് സമയപരിമിതിയോ അതില്ലാത്തത് കൊണ്ട് മാത്രമോ അവർ ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഗോസ്റ്റ് റൈറ്റിംഗ് ഇരിക്കാം. ഒരു വലിയ സാധ്യതയുള്ള ഒരു പുതിയ മേഖലയാണ്. അതൊരു ഇൻഡിവിജ്വലിൻ്റെ കഴിവിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ഇതാണ്. അതാണ് സ്കിൽ സെറ്റിന് ഇമ്പോർട്ടൻസ് എന്ന് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ ലിവിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കുള്ള സ്രോതസ്, ആ റിസോഴ്സസ് എത്ര നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വേസ്റ്റേജും ഇതെല്ലാം എത്രത്തോളം നമുക്ക് കണ്ട് കുറച്ച് നമുക്ക് എങ്ങനെ മുന്നിലേക്ക് പോകാം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കിൽ സെറ്റ് തന്നെയാണ്. കാരണം ഒരു സസ്റ്റൈനബിൾ ലിവിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കിൽ സെറ്റ് തന്നെയാണ്. കരിയറിലേക്ക് വരുമ്പോഴും ഒരു വ്യക്തി ആ വ്യക്തിയുടെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലും മാനേജ്മെന്റ് തീർച്ചയായും. കാരണം ഇപ്പോൾ മാനേജ്മെന്റ് തലത്തിൽ നോക്കുകയാണെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിനെ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും എന്താണ് ഓർഗനൈസേഷന് കിട്ടുന്ന ആ ഒരു മൂല്യം. എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതല്ല ഇന്നത്തെ കൺസെപ്റ്റ്. ഇന്നത്തെ കൺസെപ്റ്റിൽ ഓരോ വ്യക്തിയും അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, വാട്ട് ഈസ് എ നോളജ് ദാറ്റ് ദേ ആർ ബ്രിങ്ങിങ് ഇൻ, അവർ കൊണ്ടുവരുന്ന ആ ഒരു അവരുടെ നോളജ് ബേസ് എന്താണ്, എത്രമാത്രം യൂണീക്ക്, എത്രത്തോളം വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പം അതെല്ലാത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കാഴ്ചപ്പാട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു നമുക്ക് മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ജ്യോതി. എന്താണ്? ജ്യോതി. ജ്യോതി ചോദിച്ചോളൂ, മാമിനോട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയം. അത് ഞാൻ പഠിച്ചിരിക്കുന്നത് MA ഇംഗ്ലീഷാണ്. അപ്പൊ അതില് കമ്പ്യൂട്ടറും DCA ഡാറ്റ എൻട്രിയും രണ്ടും കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അതിന് എളുപ്പത്തിലുള്ള ജോലി സാധ്യതയ്ക്ക് പറ്റിയ ഏത് കോഴ്സാണ് ചെയ്യുന്നതാണ് നല്ലത്, അതറിയാനാണ്. ഇപ്പോൾ ലിറ്ററേച്ചർ പഠിച്ച ഒരു കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു സാധ്യതയാണ് കണ്ടന്റ് റൈറ്ററാണ്. കാരണം കണ്ടന്റ് റൈറ്റർ എന്ന് പറയുന്നത് താല്പര്യമില്ല, അതും പറയാം. ടീച്ചിങ്ങിനോട് താല്പര്യം അല്ല, ഇത് ടീച്ചിങ് അല്ല, ഒരു കണ്ടന്റ് ഡെവലപ്മെന്റ്, ഒരു കണ്ടന്റ് റൈറ്റർ. ഇപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആവട്ടെ, ഇപ്പം പലതരത്തിലുള്ള ഓർഗനൈസേഷൻസിനും അവർക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. ആ റിച്ച് കണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് കണ്ടന്റ്സ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു സാധ്യതയാണ്. കാരണം ഇപ്പോൾ അത് ആ ഒരു ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ഈ കണ്ടന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, കണ്ടന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സസ് ഉണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് തരത്തിലുള്ള കോഴ്സസ് മുതൽ നമുക്ക് അത് ലഭ്യമാണ്. അതൊക്കെ നമുക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്കൊരു പ്രാവീണ്യത്തോടു കൂടി നമുക്കത് ഒരു ഒതന്റിക് ആയിട്ട് നമുക്ക് അങ്ങനത്തെ വർക്ക് ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റർ അതൊക്കെ ഒരു നല്ലൊരു ഒരു പൊസിഷൻ തന്നെയാണ്, ഒരു നല്ലൊരു ജോലി സാധ്യതയാണ്. എവിടെയാണ് നമുക്കത് പഠിക്കാൻ സാധിക്കുക? ഏതിലാണ് പോകുന്നത്? ഇതിപ്പോൾ നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് ഒരുപാട് നെറ്റ് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇത് കിട്ടും. നമുക്ക് ഓൺലൈൻ കോഴ്സസ് തന്നെയുണ്ട്. അതല്ലാണ്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് റെഗുലർ ആയിട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. റെഗുലർ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അത് കൊടുക്കുന്നുണ്ട്. അത് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ക്രിയേഷൻ അതിന്റെ കോഴ്സസ് അവൈലബിൾ ഫോർ കണ്ടന്റ് ക്രിയേഷൻ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മൾ ഏത് സ്ഥലത്താണ് ഉള്ളത് അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത് നമുക്ക് പോയി പഠിക്കാൻ സൗകര്യപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇന്റർനെറ്റിൽ തന്നെ ലഭ്യമാണ്. അതല്ലാതെ നമുക്ക് ഈ കണ്ടന്റ് ക്രിയേഷന്റെ ആ ഒരു കോഴ്സ് അല്ലാതെ കമ്പ്യൂട്ടറുമായി റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജോലിക്ക് സാധ്യതയുണ്ടോ? ഇത് ശരിക്കും ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സാധ്യത നമുക്ക് ഇതിലേക്ക് എടുക്കാൻ പറ്റും. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ AI ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പ്രോംപ്റ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടാണ്. ആ പ്രോംപ്റ്റ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ AI നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, വി ഷുഡ് നോ, നമുക്ക് അതിന്റെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. അപ്പോൾ അതിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സസ് ലഭ്യമാണ്. അപ്പം അത് ഒരുപാട് സാധ്യതയുള്ളൊരു കോഴ്സാണ് AI കണ്ടന്റ് പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് പഠിക്കുക എന്നുള്ളത്. അതും ഒരുപാട് സർട്ടിഫിക്കറ്റ് തലത്തിൽ ഇതുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് MOOC കോഴ്സസ് അവൈലബിൾ ആണ്. അതെല്ലാം ഫ്രീ കോഴ്സസ് ആണ്, ഓൺലൈൻ കോഴ്സസ് ആണ്, സർട്ടിഫൈഡ് ആണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റിയും ഉള്ളതാണ്. അപ്പം അതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വിളിച്ചതിന് നന്ദി ജ്യോതി. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് പരമ്പരാഗത മേഖലകളിൽ നിന്ന് പോയി പുതിയ സാധ്യതകൾ അന്വേഷിക്കാനാണ് താല്പര്യം, അല്ലേ മാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് യൂസ് ചെയ്യാനുള്ള എല്ലാ
റിസോഴ്സസും നമുക്കുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഡെവലപ്പേഴ്സിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ്, ആ കണ്ടന്റിനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ആര് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതല്ല, എനി പേഴ്സൺ ക്യാൻ ക്രിയേറ്റ് എ കണ്ടന്റ്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് അത്രയ്ക്ക് വ്യൂവേഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടണം. അപ്പം ശരിക്കും ഇപ്പോൾ ചിലപ്പം പാചക മേഖലയിലായിരിക്കും അതിൻ്റെ ഒരു വൈവിധ്യം. ഇതിനെക്കുറിച്ച് ശരിക്കും ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതായിരിക്കാം. വിശദമായി സംസാരിക്കുന്ന മുമ്പ് നമുക്കൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച്, മാനേജ്മെൻറ്റ് രംഗത്തെ പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും മേഖലകളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സാമൂഹ്യ പാഠത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാം, നമ്മൾ ഈ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ചത് അത് കോണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തി നവമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സാഹിത്യം പഠിച്ചാൽ, ഭാഷ പഠിച്ചാൽ നമ്മൾ ഒന്നുകിൽ ടീച്ചിങ്ങിന് പോകും, അല്ലെങ്കിൽ ജേർണലിസത്തിൽ പോകും. അതിനപ്പുറത്തേക്കൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലിറ്ററേച്ചർ, ഈ ഭാഷ പഠിച്ച കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് മേഖലയിലും തൊഴിൽ സാധ്യതകളില്ല. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ് മാനേജർ, കാരണം ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള കോഴ്സസ് തന്നെയുണ്ട്, മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കോഴ്സസ് തന്നെയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നോക്കി കാണേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എറ്റിക്യൂട്ട്സ് എന്താണ്, അതുൾപ്പെടെയുള്ള കാര്യത്തിന് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധ്യത തന്നെയുണ്ട്. അതല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ അയാളുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഈ നവമാധ്യമങ്ങൾ ഏറ്റവും നല്ലൊരു ഇത് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വെർബൽ മാത്രമല്ല, പല രീതിയിലുള്ള അതാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഒരു വസ്തു അയാൾ ക്രിയേറ്റ് ചെയ്യണം, വേ ഹി പ്രസൻസ്, എങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എന്തുണ്ടാക്കുന്നു എന്നുള്ളതിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ അത് നമ്മൾ ഓഡിയൻസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ചെറിയ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരാൻ പോകുന്നൊരു സംഭവമാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 365 days ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ തന്നെ ഏറ്റവും റിച്ച് കണ്ടന്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. അവർക്ക് എന്താണ് വേണ്ടത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വെബ്സൈറ്റ് കാണുന്നത് വെച്ചാൽ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻഗേജിങ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണുള്ളത്. അപ്പം അതും ശരിക്കും ഒരു സാധ്യത തന്നെയാണ്. കാരണം ഒരാൾക്ക് അതിൻ്റെ ഡിജിറ്റൽ സ്കിൽസ് ഉണ്ട്, അത് ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു സാധ്യത തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ പല മേഖലകളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു അടിസ്ഥാന അറിവ് പല മേഖലകളിൽ ഉണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ പറയുന്ന മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്കിൽ സെറ്റും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതൊരു ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് എന്നുള്ളൊരു ഒരു സബ്ജക്റ്റ് അല്ല, അത് എല്ലാത്തിലും ഉണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എല്ലാത്തിലും നമുക്കത് വേണം. എന്നാൽ മാത്രമേ ഇപ്പോൾ ടൈം മാനേജ്മെന്റ് നമ്മളെല്ലാവരും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അതുപോലെ സ്പേസ് മാനേജ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, എല്ലാത്തിലും മാനേജ്മെന്റ് ഉണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ തന്നെയാണ് അത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. അത് നമ്മൾ ആ സ്കിൽ സെറ്റ് അത് എങ്ങനെ ഹൗ വെൽ യു ക്യാൻ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലി നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കൈവരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി അത് നമുക്ക് മറ്റുള്ള ഓർഗനൈസേഷനായിട്ട് കരിയറായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു വിശാലമായ അർത്ഥത്തിൽ പറയുമ്പോൾ തന്നെ ലൈഫ് തന്നെ ഒരു വലിയ മാനേജ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജോലി ഇല്ല എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മേഖലയിലോ ജോലിക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് നമ്മളുടെ കഴിവ് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നതോടുകൂടി നമുക്ക് വെബ്സൈറ്റ്സ് ഇതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷൻ്റെ ഒരു എഫക്റ്റായിട്ട് എൻറ്റയർ ലോകം നമുക്കൊരു മാർക്കറ്റായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിക്കാനുള്ള ഇത് നമ്മുടെ കഴിവുകൾ ഒരു ലോകത്തേക്ക് കൊണ്ടുവരും. നമുക്കൊരു മൂന്നാമതൊരു ഇടയ്ക്കൊരു ഇന്റർമീഡിയറിയുടെ ആവശ്യമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ത്രൂ ദ ഡിജിറ്റൽ മീഡിയ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു നേട്ടം തന്നെയാണ്.
ഇപ്പം നമ്മൾ മാം ഇപ്പോൾ പരമ്പരാഗതമായ രീതികളെക്കുറിച്ച് പറഞ്ഞു, പുതിയ മേഖലകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ പുതുതായി മാനേജ്മെൻറ്റിൽ പുതുതായിട്ട് വരുന്ന മേഖലകൾ നേരത്തെ മാം സൂചിപ്പിച്ചു, എൻവയൺമെൻറ്റ്, സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ശരിക്കും സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ് എന്താണ്? സസ്റ്റൈനബിലിറ്റി നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. മാം അതിനെപ്പറ്റി സംസാരിക്കുന്ന മുമ്പ് നമുക്ക് മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത് സർ? സജീവൻ താങ്കൾ മാമിനോട് ചോദിച്ചുകൊള്ളൂ. വീട്ടിൽ ടി വി കാണുന്നുണ്ടെങ്കിൽ ടി വിയിൽ ശ്രദ്ധിക്കാതെ ടി വിയുടെ ശബ്ദം കുറച്ച് വെക്കണേ. അതിനുശേഷം താങ്കൾ കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കണേ. ചോദിച്ചോളൂ മാമിനോട്. ഞാൻ എൻ്റെ ഒരു മകള് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് കഴിഞ്ഞത്. രണ്ടാമത്തെ മകള് ലൈബ്രറി ആൻഡ് ഇൻഫോം സയൻസ്. അപ്പൊ അവർക്ക് ഇതിൽ എന്താണ് സാധ്യത ഉള്ളതെന്നുള്ളതൊന്ന് അറിഞ്ഞിട്ടാണ് മാനേജ്മെന്റ് സെക്ടറിലെ. ശരിക്കും നമുക്ക് ലിറ്ററേച്ചറിൻ്റെ സാധ്യതയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടന്റ് ഡെവലപ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്കോ അതിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം അതിൻ്റെ സാധ്യതകൾ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കറസ്പോണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ മാനേജർ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഒരു ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷനാണെങ്കിലും അതിലേക്ക് നമുക്ക് ഒരു വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ലിറ്ററേച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓർഗനൈസേഷന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഒരുപാട് സാധ്യതകളുള്ളതാണ് ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ലൈബ്രറി സയൻസ് അല്ലേ, രണ്ടാമത്തെ കുട്ടി ലൈബ്രറി സയൻസ്. ഇപ്പോൾ ലൈബ്രറി സയൻസ് എന്ന് പറയുന്നതും അപ്പോൾ അതിലും ഡിജിറ്റലൈസേഷൻ്റെ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അപ്പോൾ ഡിജിറ്റലൈസേഷൻ ഓഫ് ലൈബ്രറി ഡേറ്റ, അതിലൊക്കെ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അപ്പം അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ സാധ്യതകൾ നമുക്ക് നോക്കി കാണാവുന്നതേ ഉള്ളൂ. അതാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഒരു ഇതിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഡിജിറ്റലൈസേഷൻ ഓഫ് ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഡേറ്റ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. ആ ഡേറ്റ നമുക്ക് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇതിനൊക്കെ ഒരുപാട് സാധ്യതയാണ്. ഡേറ്റ അനാലിസിസിന് ഒരുപാട് സാധ്യതകളുണ്ട്. വിളിച്ചതിന് നന്ദി സാർ. ഇപ്പോൾ മാം ഓരോ ചോദ്യത്തിനും ഉത്തരമായിട്ട് നമുക്ക് പുതിയ പുതിയ മേഖലകളെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മാനേജ്മെൻറ്റ് രംഗത്ത് തന്നെ സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് ഒരുപാട് സ്രോതസ്സുകളുണ്ട്, നമുക്ക് റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഇനി വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുക. അപ്പോൾ അത് കരുതി വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സസ് നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തീർന്നു പോകാണ്ട് അത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനർജി, നമ്മളിപ്പോൾ ഫോസിൽ ഫ്യൂവൽസിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധികം വൈകാണ്ട് തന്നെ അത് ഇല്ലാണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് എനർജി സിസ്റ്റം, റിന്യൂവബിൾ എനർജി സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ സസ്റ്റൈനബിലിറ്റി ഒരു സുസ്ഥിരമായി അത് ഇന്നും നിലനിൽക്കണം, നാളേക്കും നിലനിൽക്കണം എന്നുള്ള ഒരു ഉദ്യമത്തോടു കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമുക്ക് എത്ര നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും, അത് എത്ര നല്ല രീതിയിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ റിസോഴ്സസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഒരു മനുഷ്യനായാലും പൈസയായാലും അല്ലാത്ത റോ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം വളരെ സ്കേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പോലും അത് അത്രയും നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒരുപാട് കിട്ടണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത്രയും നോളജബിൾ ആയിട്ടുള്ള കിട്ടുന്നില്ല. അപ്പം അവരെല്ലാവരും നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സസ്, ഇപ്പം നമുക്ക് മെറ്റീരിയൽ റിസോഴ്സസ് തന്നെ നമുക്ക് സ്കേഴ്സ് ആണ്. ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ സ്കേഴ്സ് റിസോഴ്സ് ആണ്. അപ്പം അത് ഇന്നത്തെ ആവശ്യത്തിന് നമുക്ക് വേണം, പക്ഷെ നാളേക്ക് അത് കരുതി വെക്കണം ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ അതിന് ഒരുപാട് സാധ്യതകളാണ് മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ. നമ്മളിപ്പോൾ സാധാരണ സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ അത് പരിസ്ഥിതിയുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയാണ്. പക്ഷേ ഒരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അധികം പേർക്ക് അത് പരിചിതമല്ല എന്ന് തോന്നുന്നു. എല്ലാ റിസോഴ്സസും നമുക്കത് എത്ര സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. കാരണം ഈ പറയുന്ന റിസോഴ്സസ് എല്ലാം വരുന്നത് നമുക്ക് എൻവയോൺമെന്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പം ആ എൻവയോൺമെന്റിൽ നിൽക്കുമ്പോൾ അതൊരു എക്കോ സിസ്റ്റം ഉണ്ട്, ഒരു എക്കോളജി ഉണ്ട്. ആ എക്കോളജിയിൽ നമുക്ക് എത്രത്തോളം
അപ്പം എത്ര കണ്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എൻവയോൺമെന്റ് ഇമ്പാക്ട് പോലെ സോഷ്യൽ ഇമ്പാക്റ്റും അതിന്റെ ഭാഗമായി. എൻവയോൺമെന്റ് സോഷ്യൽ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ്. എല്ലാ കോർപ്പറേറ്റ് തീർച്ചയായും. കാരണം ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ തന്നെ അത് എങ്ങനെ എത്ര ബെറ്റർ ആയിട്ട് എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ എംപവർമെന്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് എംപവർമെന്റിന് വേണ്ടിയിട്ട് ഒരു എക്കോ സിസ്റ്റം എൻവയോൺമെന്റൽ എംപവർമെന്റ് ഉൾപ്പെടെ എങ്ങനെ ചെയ്യാൻ പറ്റും, അതായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം എത്ര നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഓർഗനൈസേഷൻ വിൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വികസനം വന്നു കഴിഞ്ഞാലും ഒരു ഓർഗനൈസേഷനിൽ എന്ത് വികസനം, ഇപ്പം നമുക്ക് പോർട്ട് വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം പരിസ്ഥിതിനെ അഫക്റ്റ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷനും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ്സ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബൺ ന്യൂട്രൽ, നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് 2050 കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് ഇന്ത്യ മാറാൻ പോവുകയാണ്. അപ്പോൾ കാർബൺ ന്യൂട്രൽ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബൺ എമിഷൻസ് കുറയണം. കാർബൺ എമിഷൻസ് കുറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി റിസോഴ്സസ് നമ്മൾ കെയർഫുൾ ആയിരിക്കണം, വേസ്റ്റേജ് കുറയ്ക്കണം, അതുപോലെ തന്നെ നമ്മൾ എൻവയോൺമെന്റിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാവണം. അപ്പം ഈ ഒരു ചിന്താഗതികൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ തലത്തിലേക്ക് വന്ന് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവിടെ ജോലി സാധ്യത ഉണ്ടാകുമ്പോഴാണ് സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ് ഒരു കരിയറായി. തീർച്ചയായും അതിനൊരു ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി മാനേജർ അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ്സ് മാനേജർ, കാർബൺ മാനേജർ അല്ലെങ്കിൽ കാർബൺ കൺസൾട്ടന്റ്, ഇങ്ങനത്തെ ഒരുപാട് തസ്തികകൾ തന്നെ ഇപ്പോൾ ഓർഗനൈസേഷൻസിലുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലയിൽ ഒരുപാട്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കേൾക്കുന്നവർ, ഈ പരിപാടി കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായും. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം കുറവല്ലേ മാം? അവബോധം കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് അന്താരാഷ്ട്രീയ നിലവാരത്തിലുള്ള പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പം ക്ലൈമറ്റ് ചേഞ്ച്. നമുക്ക് മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സർ ചോദിച്ചോളൂ, മാമിനോട് ചോദിച്ചോളൂ. മാഡം, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ബികോം കഴിഞ്ഞ ഒരു കുട്ടിക്ക് മാനേജ്മെന്റ് മേഖലയിൽ എത്താൻ പോകാനുള്ള കോഴ്സസ് ഏതാണെന്ന് അറിയാനായിരുന്നു. ശരിക്കും ബികോം കഴിഞ്ഞൊരു കുട്ടിക്ക് മാനേജ്മെന്റ് തരത്തിൽ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഫിനാൻസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. MBAയിൽ തന്നെ സസ്റ്റൈനബിൾ ഫിനാൻസ് കോഴ്സ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിനൊക്കെ ഒരുപാട് ജോലി സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബികോം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജോലി സാധ്യത കൂടുതലുള്ള ആ ഒരു മേഖലയിലേക്ക് നമുക്കൊരു തുടർ വിദ്യാഭ്യാസം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതയുണ്ട്. MBA സസ്റ്റൈനബിൾ ഫിനാൻസ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് ഉണ്ട്. അത് ഇന്ത്യയിൽ പല നല്ല ഒരുപാട് ഇതിൽ കൊടുക്കുന്നുണ്ട്. IIM ലക്നോയിൽ അത് ഉണ്ട്. അതുപോലെ സേവർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനത്തെ ഒരുപാട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള കോഴ്സസ്. ബികോം കഴിഞ്ഞ് ഇപ്പോൾ ബികോം കഴിഞ്ഞതുകൊണ്ട് ഫിനാൻസ് തന്നെ പോകണമെന്നില്ല. പക്ഷേ ആ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടും. നമ്മൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സമയത്ത് ഒരു സസ്റ്റൈനബിലിറ്റി ഫിനാൻസ് കോഴ്സിലേക്കും കൂടെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ആഡഡ് ലിവറേജ് കിട്ടും. അതൊരു നല്ലൊരു കോഴ്സ് ആയിരിക്കും. അക്കൗണ്ടിംഗ് മേഖലയിൽ സാധ്യതകളൊന്നും സർ, ഇത് അക്കൗണ്ടിങ് മേഖലയിൽ തന്നെയാണ്. കാരണം സസ്റ്റൈനബിൾ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിനാൻഷ്യൽ റിസോഴ്സ്, നമ്മുടെ ഫിനാൻസ് എന്ന് പറയുന്ന നമ്മുടെ എക്കോണമി, അത് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് എന്താ പറയുക ചോർച്ചകളില്ലാതെ അതൊരു ഓർഗനൈസേഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഫിനാൻസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബികോം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ MCOM എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ MBA ഫിനാൻസ് എടുക്കാം. MBA ഫിനാൻസിന് ഇപ്പോഴും MBA ജനറൽ ഫിനാൻസ് ഇപ്പോഴും ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകളുള്ളതാണ് MBA ഇൻ ഫിനാൻസ്. വിളിച്ചതിന് നന്ദി സർ. മാം, ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി മാനേജർ എന്നുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലിറ്ററേച്ചർ പഠിച്ച ഒരു വിദ്യാർത്ഥിക്കോ വിദ്യാർത്ഥിനിക്കോ, അതുപോലെ സയൻസ് പഠിച്ചവർക്ക്, മാത്സ് പഠിച്ചവർക്ക്, അങ്ങനെ വിവിധ മേഖലകളിൽ പഠിച്ചവർക്ക്
എന്താണ് ഇവിടുത്തെ സാധ്യത? ശരിക്കും സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റിസോഴ്സസ് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ളതാണ്. ശരിക്കും അതിൽ ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ ഒരു കുട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ റിസോഴ്സസും ബാക്കിയുള്ള കാര്യങ്ങളും അവരെങ്ങനെ അത് യൂസ് ചെയ്യുന്നു അത് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം. കാരണം അത് ഡോക്യുമെന്റ് ചെയ്യണം. അത് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്കാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഈ പ്രസന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ ഡോക്യുമെന്റ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഒരുപാട് വിദേശ ഓർഗനൈസേഷൻസ് കോർപ്പറേറ്റ്സ് അവർക്ക് പ്രത്യേകം തസ്തികയുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ജേർണൽസ് എഴുതാൻ വേണ്ടി മാത്രം അവർ ചെയ്യുന്ന പ്രാക്ടീസസും കാര്യങ്ങളും എന്താണ് എന്നുള്ളത് റെക്കോർഡ് ചെയ്തിട്ട് ഡോക്യുമെന്റ് ചെയ്ത് അത് പ്രസിദ്ധീകരിക്കുക. അതിന് വലിയൊരു സാധ്യത തന്നെയുണ്ട്. അത് ശരിക്കും ലിറ്ററേച്ചർ മേഖലയിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സയൻസ് മേഖലയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ കാർബൺ ഫുട് പ്രിന്റ്സ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ശരിക്കും ഒരു കാർബൺ കൺസൾട്ടന്റ് തന്നെ ആവാൻ പറ്റും. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് തീർച്ചയായും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഈവൻ ഇൻ ഫാമിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് സംതിങ് കോൾ പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ ബേസ് ചെയ്ത് ഇപ്പോൾ നമുക്ക് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല എപ്പോൾ മഴ വരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻസ് എന്താണ് എന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ഫാമിംഗ് ആണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ഒരുപാട് കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കാരണം അവർക്ക് വിളവ് നശിച്ചു പോയി. അപ്പം അതിലൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ശരിക്കും ആ ഒരു ഡേറ്റ നമുക്കത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അവർക്ക് ഒരുപാട് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അതിനൊക്കെ ഒരുപാട് സാധ്യത. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ചോദിച്ചോളൂ, മാമിനോട് ചോദിച്ചോളൂ. മാം കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. മാഡം, എന്റെ മോനെ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി കഴിഞ്ഞതാണ്. അപ്പൊ മാനേജ്മെന്റ് ഫീൽഡിലേക്ക് പോകേണ്ടത് ഏത് കോഴ്സാണ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഇതിലേക്ക് ഒരുപാട് സാധ്യതയുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ തുടർന്ന് ആയിട്ട് നമ്മൾ MSc കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ക്ലൗഡ് മാനേജ്മെൻറ്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസിൻ്റെ കോഴ്സസ് ലഭ്യമാണ്. ഇതെല്ലാത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഡേറ്റയാണ്. ഒരുപാട് ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡേറ്റ ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും ഈ ഡേറ്റ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും ഉണ്ടാകുന്ന ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, ഇതൊക്കെ എല്ലാ ഓർഗനൈസേഷനും ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതിൽ ജോലി സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ മേഖല കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രാജുവേഷൻ ലെവലിൽ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിക്ക് ക്ലൗഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണെങ്കിലും അതിനും ഒരുപാട് സാധ്യതയുണ്ട്. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതയുണ്ട്. വിളിച്ചതിന് നന്ദി മാം. അതുപോലെ തന്നെ IT കമ്പനികളിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, അവിടെയും ഒരു പ്രത്യേക മാനേജ്മെൻറ്റ് സ്കിൽ ആവശ്യമുണ്ട്. തീർച്ചയായും. കാരണം ഇപ്പോൾ ഈ IT മേഖലയിൽ ആണെങ്കിലും പ്രോജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ടേൺ കീ പ്രോജക്ട്സ് ആണ്, ഓരോ പെർട്ടിക്കുലർ പ്രോജക്ട്സ് ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഓൺ സൈറ്റ് നമ്മൾ ഒരു ടൈം വെച്ചിട്ട് അവൈലബിൾ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. അപ്പം അതിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ടേൺ കീ പ്രോജക്ട്സ് ആണ്. ഓരോ പ്രോജക്റ്റിനും ഇത്രയും ടൈം ഷെഡ്യൂളിനുള്ളിൽ തീർക്കണം എന്ന് ഓൺ സൈറ്റിൽ തീർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്ട്സ് ആണ്. അപ്പോൾ ഒരുപാട് വിദഗ്ധരുടെ ഒരു കൂട്ടായ്മ അവിടെ എംപ്ലോയീസിൻ്റെ നോളേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. എന്ന് വെച്ചാൽ അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് എത്ര നല്ല രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടി അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഒരു നോളേജ് എംപ്ലോയിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ശരിക്കും ഒരുപാട് നോളജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മേഖലയല്ല. നോളേജ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ് മാനേജ്മെന്റിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മേഖല എന്താണോ അത് നമ്മൾക്ക് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് ആ സ്കിൽ സെറ്റ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ആ സ്കിൽ സെറ്റ് നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞ ഒരു നോളേജ് മാനേജ്മെൻറ്റ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വരുന്നു, ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് ആവശ്യമുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അവരത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കുറേ ആക്ടിവിറ്റീസ് ജനറിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പറയും. ഈ ആക്ടിവിറ്റീസ് നമുക്ക് എങ്ങനെ അത് എത്ര ബെറ്ററായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അത് അവിടെയാണ് ഒരു നോളേജ് എംപ്ലോയിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 എംപ്ലോയീസ് നമ്മൾ എടുക്കുന്നതിന് തുല്യമാണ് ഒരു നോളേജ് വർക്കർ എന്ന് പറയുന്നത്. കാരണം ഹീ നോസ് ഹൗ ടു കോർഡിനേറ്റ്.
മനസ്സിലായി. അപ്പം ശരിക്കും ഒരു ഓർഗനൈസേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 10 പേര് എടുക്കുന്നതിൻ്റെ ഒരു ഇക്വലൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് എംപ്ലോയിനെ എടുക്കുന്നത്. ഒരു നോളജ് എംപ്ലോയിയുടെ ഒരു അടിസ്ഥാന എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്? നമുക്ക് മാം അതിനു മുമ്പ് മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഒരു അഭിജിത്തിന്റെ അമ്മയാണ്. പിന്നെ കുട്ടി ഇപ്പൊ MBA ഫസ്റ്റ് സെം കഴിഞ്ഞു. ഇപ്പൊ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ജോലി സാധ്യതയുള്ള ഏതിലാ ചേരേണ്ടതെന്നാണ്. ഇയാൾ MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളാണ്. MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ടാണ് MBAക്ക് ജോയിൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സെം കഴിഞ്ഞു. അപ്പൊ ഇലക്ട്രോണിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ ഏതാണ് ജോലി സാധ്യത കൂടുതലുള്ള ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏത് സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ് പഠിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റം സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതിൽ തന്നെ ഒരുപാട് സിസ്റ്റംസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിലായതുകൊണ്ട് അതിൻ്റെ തുടർ ഭാഗമായിട്ട് നമ്മളൊരു IT സെക്ടറിലേക്ക് തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിജിത്തിൻ്റെ അഭിരുചി എന്താണ്? ശരിക്കും അഭിജിത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്കിൽ സെറ്റ്സ് ഉണ്ടാവും. ചിലപ്പം ആൾക്കാരായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HR മേഖലയായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട്സ്, ഒരു ഫിനാൻഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും നമ്മൾ എന്ത് പഠിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പോകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾക്ക് കുട്ടികൾക്ക് എന്താണ് അഭിരുചി, അവരുടെ പാഷൻ എന്താണ്, അവർക്ക് ഏതിലാണ് അവരുടെ സ്കിൽ സെറ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് അതിൽ കോൺഫിഡൻസ് ഉള്ളത്, അതിലേക്ക് പോവുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാഡം, ടീച്ചിങ് ആണ് കൂടുതൽ താല്പര്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടീച്ചിങ് പ്രൊഫഷൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ഉണ്ടാവും? എന്ത് കോഴ്സാണ് മാം? ഒന്നുകൂടെ പറയോ, ഏതിലാണ് താല്പര്യം എന്ന് പറഞ്ഞു? ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമുള്ളതാണ്. ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാനേജ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് എടുക്കാം. നെറ്റിനൊപ്പം തന്നെ PhDക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു അക്കാഡമിക് കരിയറിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഒരു MBA കഴിഞ്ഞിട്ട് നമ്മളൊരു അക്കാഡമിക് ഇതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IIMSൽ ഫെലോഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അത് UGCയുടെ JRF കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പോട് കൂടി തന്നെ പഠിക്കാൻ സാധിക്കും. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു അക്കാഡമിക് മേഖലയിൽ നല്ല രീതിയിൽ നമുക്ക് കയറാൻ പറ്റും. ശരിക്കും ഒരു നെറ്റ് മാത്രം എടുത്തത് കൊണ്ട് ഒരു അക്കാഡമിക് ഇതിലേക്ക് സാധ്യത വളരെ കുറവാണ്. ശരിക്കും JRF കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ചും കൂടെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ചും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അക്കാഡമിക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ തന്നെ നല്ല ശമ്പളത്തോടു കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. വിളിച്ചതിന് നന്ദി മാം. മാം, ഈ കോളുകൾ വരുന്നതിന് മുമ്പ് നമ്മൾ അതിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സയൻസിൽ തന്നെ ഇപ്പോൾ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, അങ്ങനെ വരുന്നു. അതുപോലെ ലൈഫ് സയൻസസ് എന്ന് വരുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് സാധ്യതകളാണ്? അവർക്കും ഈ സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചസ്, ഇപ്പോൾ കാർബൺ ഫുട് പ്രിൻസിൻ്റെ മാനേജ്മെൻറ്റ്, കാർബൺ കൺസൾട്ടൻസി, ഇതെല്ലാം അവർക്ക് ഒരുപാട് സാധ്യതകളുള്ള ഇക്കോളജിസ്റ്റ് ആയിട്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാർബൺ കൺസൾട്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഈ റൂമിൽ ഇരിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ എമിഷൻസ് ഒരുപാട് കൂടുതലാണ്. നമ്മൾ കാരണം AC റൂമിൽ ഇരിക്കുകയാണ്, അതിൽ എമിഷൻസ് വരാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് സയന്റിഫിക് ആയിട്ട് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ആ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും. അതേസമയം ഈ നമുക്കിപ്പം കിട്ടുന്ന ഡേറ്റ നമുക്കത് എങ്ങനെ അത് അനലൈസ് ചെയ്യാം, അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു സ്കിൽ സെറ്റാണ്. മനസ്സിലായോ? അപ്പം ഏത് വിഷയമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അതിൽ നമ്മുടെ സ്കിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു കരിയർ എന്ന് പറയുന്നത്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജോലി ഇല്ല എന്നുള്ളൊരവസ്ഥ ഇല്ല. അത് ശരിക്കും നമ്മൾ സാധ്യതകൾ മനസ്സിലാക്കാത്തത് കൊണ്ടും നമ്മുടെ കഴിവുകൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടും നമ്മുടെ കഴിവുകൾ വേണ്ട രീതിയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടും മാത്രമാണ് ആ ഒരു കരിയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അല്ലാതെ കരിയർ ഇല്ലാത്ത ഒരവസ്ഥ ഏതൊരു മേഖലയിലും ഇല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാം പറഞ്ഞത് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് മറ്റൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനി മറ്റൊരു ഇടവേള.
സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു കരിയറിനെ പറ്റി കൃത്യമായി ആലോചിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ വളരെയധികം പ്രയോജനമുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും മാനേജ്മെൻറ്റ് മേഖലയിലെ പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ച്. മാം, നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മാനേജ്മെൻറ്റ് മേഖലയിൽ ഇപ്പോൾ സയൻസ് പഠിച്ചവർക്ക് സാധ്യതയുണ്ട്, അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ജോഗ്രഫി അല്ലെങ്കിൽ ജിയോളജി അവർക്കും ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും, കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഒരു റെപ്പോസിറ്ററി ഓഫ് ഇൻഫോർമേഷനാണ്. ഇപ്പോൾ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിലുള്ള റെപ്പോസിറ്ററി ഓഫ് ഇൻഫോർമേഷനാണ്. ഈ പാസ്റ്റിലുള്ള ഇൻഫോർമേഷൻ നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനൊരു ട്രാൻസിഷൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റും, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് സാധ്യതയുണ്ട്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഹിസ്റ്ററി പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, അവരുടെ ഗ്രോത്ത് സ്റ്റേജ് എങ്ങനെയായിരുന്നു, അതിൽ നിന്നും അവർ നെക്സ്റ്റ് സ്റ്റേജ് ഒരിക്കലും നമുക്ക് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മുന്നേ എന്താ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതൊരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റിന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അയാളുടെ വൈദഗ്ധ്യം അതിൽ ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്കത് നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയാൻ പറ്റും. ഇപ്പം മാം, നമ്മൾ കൂടുതൽ സംസാരിച്ചത് കോർപ്പറേറ്റ് മേഖലയിലും ഒരു സ്വകാര്യ മേഖലയിലും തൊഴിലവസരങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു പൊതുമേഖലയിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ തൊഴിൽ സാധ്യതകളാണ് ഈ മേഖലയിലുള്ളത്? ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഓട്ടോണമസ് ബോഡീസ് ആയിട്ട് ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിൽ തന്നെ ഓരോ ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതൊരു ഓട്ടോണമസ് എൻറ്റിറ്റിയാണ്. അല്ലെങ്കിൽ റീഹാബ് കേരള അതൊരു വേറൊരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓട്ടോണമസ് ഓർഗനൈസേഷൻസ് അവൈലബിൾ ആണ്. ഇവിടെയെല്ലാം നമുക്ക് നമ്മളുടെ ആ ഒരു സ്കിൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു ഇതായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു മേഖലയാണ്. ശരിക്കും കുട്ടികൾക്കൊരു പ്രവൃത്തി പരിചയം കൊടുക്കണം. എന്താണ് ഇപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ജോഗ്രഫി പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു എർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ നേച്ചറിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. നേച്ചർ എന്താണ്, ചെടി എങ്ങനെയാണ്, ഒരു ചെടീനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ആ ഒരു ബേസിക് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ശരിക്കും ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവും ആ കുട്ടിയുടെ സ്കിൽ സെറ്റ് എന്താണ്, ഏത് മേഖലയിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ആ സമയത്താണ് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇപ്പോൾ അതിലേക്ക് ഒരു അഭിരുചി ചെറുപ്പത്തിലേ നമ്മൾ ഓറിയന്റേഷൻ നമ്മൾ കൊടുക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ട ഒരു സംഭവമാണ്. വീട്ടിലിപ്പം ഫോർ എക്സാമ്പിൾ ഒരു വേസ്റ്റ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റീയൂസബിലിറ്റി, ശരിക്കും പറഞ്ഞാൽ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് ഉണ്ടാവുന്നതിനേക്കാളും ആ ഉണ്ടാവുന്ന വേസ്റ്റ് നമുക്കത് റീയൂസബിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു രീതിയിൽ ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണെങ്കിൽ അത് റീയൂസ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാം. അപ്പോൾ അവൻ ആദ്യമേ പഠിക്കുന്ന ഒരു പാഠമാണ്. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പാടില്ല. അതവനെ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും കുട്ടികളാണ് ഇന്നത്തെ കാലത്ത് വീട്ടിൽ പോയി പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ കുട്ടി ശരിക്കും ഒരു സിറ്റിസൺഷിപ്പ് ബിഹേവിയർ കുട്ടിക്ക് ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ വരുന്നൊരു കുട്ടിക്ക് അവന് തന്നെ അറിയാൻ പറ്റും എന്തൊക്കെയാണ് സാധ്യതകൾ. ഈ ഒരു കരിയർ മേഖലയിലേക്ക് കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് മാം. അതുപോലെ തന്നെ അവർക്ക് നമ്മളിപ്പോൾ സംഭാഷണത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുപോലെ ഈ മേഖലയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാൻ, കൺസൾട്ടൻസി, ഫ്രീലാൻസിങ്, എങ്ങനെയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? കൺസൾട്ടൻസിക്ക് ഒരുപാട് സാധ്യതകളാണ്. അപ്പോൾ അതിലൊരു പുതിയ മേഖല എന്ന് പറഞ്ഞാൽ ഗ്രീൻ കൺസൾട്ടിംഗ് സർവീസസ് ആണ്. ഗ്രീൻ കൺസൾട്ടിംഗ്. ഈ ഗ്രീൻ എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ എക്കോണമിനെയാണ് നമ്മൾ മെയിൻലി നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കളയുകയാണ്. അപ്പോൾ അതിന് പകരം അത് നമുക്ക് റീയൂസ് ചെയ്ത് വേറെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് വേസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ എക്കോണമിയിൽ അത് ലാഭം വരികയാണ്. അപ്പോൾ നമുക്ക് ആ റീയൂസബിലിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്കണോമിക്കൽ റിവൈവൽ വരികയാണ്. കാരണം നമുക്ക് വേറെ റിസോഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കൺസൾട്ടിങ് സർവീസ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ലീൻ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയും. ലീൻ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റിസോഴ്സസിൻ്റെ വേസ്റ്റേജ് എവിടെയെല്ലാം കുറയ്ക്കാൻ പറ്റും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഓർഗനൈസേഷനെ പറ്റി പഠിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലീൻ കൺസൾട്ടിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സീറോ വേസ്റ്റ് കൺസൾട്ടിംഗ് മാനേജ്മെന്റ്. അതുപോലെ
തന്നെ വേറെ മേഖല എന്ന് പറഞ്ഞാൽ എല്ലാ കോർപ്പറേറ്റ്സിനും ഇപ്പോൾ വരുന്ന CSR നമുക്കറിയാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി. എല്ലാ ഓർഗനൈസേഷൻസിനും അത് മാൻഡേറ്ററി ആണ്, കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സിറ്റിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഗ്രീൻ സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സന്നദ്ധ സംഘടനകളിലുള്ള ആൾക്കാർ ആരാണ്? ഒരുപാട് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഈ സന്നദ്ധ സംഘടനകൾ വരുന്നത്. എൻജിഒസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടും തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഈ കൺസൾട്ടിങ് സർവീസസ്, അവിടെയാണ് നമ്മുടെ സ്കിൽ സെറ്റ് നമുക്ക് എത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അവിടേക്കാണ് ഈ കൺസൾട്ടിങ് സാധ്യതകൾ വരുന്നത്. അതുപോലെ ഇപ്പം ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിട്ട് വരികയാണ്, ഒരു ട്രഡീഷണൽ സിവിൽ ഇതിൽ നിന്ന് മാറി അതൊരു ബയോഫിലിക് ആർക്കിടെക്ചറിലേക്ക് പോവുകയാണ്. കാരണം നേച്ചറുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് വരികയാണ്. അപ്പോൾ അതും വേറൊരു സാധ്യതയാണ്. മനസ്സിലായി. അപ്പം എല്ലാ രീതിയിലും നമ്മൾ പുതിയ സാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലായി. കാരണം ഒരു എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതിൽ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഒരുപാട്. വിദേശത്തുള്ള സാധ്യതകളെ കുറിച്ച് അതെങ്ങനെയാണ്? അതുപോലെ മാം ഇവർ എന്തൊക്കെയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് മാം നേരത്തെ സസ്റ്റൈനബിലിറ്റി ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റിൽ ഏതൊക്കെ കോഴ്സസുകൾ ചെയ്യാൻ പറ്റുമെന്ന് ചുരുക്കത്തിലൊന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് UN-ന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. സർട്ടിഫിക്കറ്റ് കോഴ്സസും ഇന്റേൺഷിപ്സ് അവൈലബിൾ ആണ്. മിക്കതും പെയ്ഡ് അല്ല, പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് ഒരുപാട് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണ്. അത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇന്റർനാഷണൽ ഒരു ഓറിയന്റേഷൻ, ഗ്രാജുവേഷൻ ബിരുദം കഴിഞ്ഞ ശേഷം ഈവൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും അത് ആ UN-ന്റെ സർട്ടിഫിക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കോഴ്സസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് കോഴ്സസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നുണ്ട്. IIM ലക്നൗ കൊടുക്കുന്നുണ്ട്, സേവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ MIT യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അതിനകത്ത് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിലേക്ക് അധികം എത്തിയിട്ടില്ല. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് വിദേശ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് സെഗ്മെന്റ്സിലും ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ UN നിഷ്കർഷിക്കുന്നതായ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഈ സംഭാഷണം ചുരുക്കേണ്ട അവസാന ഘട്ടത്തിലെത്തുമ്പോൾ മാം ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഏതൊക്കെ സ്കിൽ സെറ്റാണ് ഈ മേഖലയിൽ ഒരു കരിയറിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്? ഏതൊക്കെ സ്കിൽ സെറ്റാണ് അവർക്ക് വേണ്ടതെന്നൊന്ന്? സ്കിൽ സെറ്റ് നമുക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്ത ഒരു സ്കിൽ സെറ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഗുഡ് അനലിറ്റിക്കൽ സ്കിൽസ്, അല്ലെങ്കിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ള സ്കിൽസ്, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനുള്ള സ്കിൽസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഡേറ്റ, ആ ഡേറ്റയെ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ബിക്കംസ് എൻ ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷൻ നമുക്ക് എങ്ങനെ ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു മെയിൻ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്ത് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാലും അത് ഹൗ വെൽ വി ക്യാൻ അനലൈസ്, അത് നമ്മുടെ ഒരു കൺസെപ്റ്റ്, നമ്മുടെ ഒരു പെർസെപ്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതായിരിക്കും ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും മാം, ശരിക്കും വളരെ വിശാലമായ ഒരു മേഖലയാണ്. നമ്മുടെ ഈ ഒരു സംഭാഷണത്തിൽ ചുരുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ മാമുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നും മാനേജ്മെൻറ്റ് എന്ന മേഖലയിൽ പലപ്പോഴും ചിന്തിക്കാത്ത നമ്മുടെ പരമ്പരാഗതവും പരിമിതവുമായ ഒരു ചിന്താധാരയ്ക്ക് അപ്പുറത്തുള്ള അനേകം സാധ്യതകൾ ഇതിലുണ്ടെന്ന് മാമിന് വിശദമാക്കി കൊടുക്കാൻ പറ്റി. അതുമാത്രമല്ല, നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും യുവതലമുറയിൽ പെട്ടവരും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇന്നൊരു സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും പരമ്പരാഗതമായ രീതിയിൽ മാത്രം ചിന്തിക്കാതെ പുതിയ സാധ്യതകളും സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്തി അവരവർക്ക് അഭിരുചിയുള്ള മേഖലകളിൽ തിളങ്ങാനും തിരഞ്ഞെടുക്കാനും ശോഭിക്കാനും അതിനുള്ള ഒരു താല്പര്യവും അതിനുള്ള അറിവും അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണവും നമുക്കുണ്ടാവണം. ആ അന്വേഷണത്തിൽ ഒരു ചെറിയ സഹായമാകുവാൻ ഇന്നത്തെ ഈ സംഭാഷണത്തിന് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. സാമൂഹ്യ പാഠത്തിൽ അതിഥിയായതിന് നന്ദി. നമസ്കാരം.